ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബി ഷാബിയ 9-ലാണ്. അബുദാബി ഷാബിയ 9-ൽ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഇവിടെ ഒരു ചർക്ക സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൻ്റെ ഇനാഗുറേഷൻ നടക്കാൻ പോവുകയാണ്. അതിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമാ നടനായ ജഗദീഷ് ചേട്ടനാണ്. അപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ കാണാം. നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇന്ദു നമസ്കാരം. ഇവിടെ നടക്കാൻ പോകുന്ന വിശേഷങ്ങളൊന്ന് പറഞ്ഞാണ്. ഇന്ന് നമ്മുടെ ചർക്ക സ്ട്രീറ്റ് ഷോപ്പിൻ്റെ ഇനാഗ്രേഷനാണ്. ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത് ജഗദീഷ് സാറാണ്. കൂടെ ലിബിനോ ഉണ്ട്, സിംഗർ. അപ്പോൾ നമ്മൾ ഒരു 1 മന്ത് മുമ്പേ നമ്മൾ ഒരു ട്രയലൊക്കെ നടത്തി നോക്കിയായിരുന്നു. അങ്ങനെ ഒരു നല്ല മൂവിങ്ങും പിന്നെ ആൾക്കാരിപ്പം നമ്മൾ 1 മാസത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഉള്ളെങ്കിലും നമ്മളൊരു 3-ാമത്തെ സ്റ്റോക്കിലോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മൂവിങ് ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ നിന്നുള്ള കളക്ഷൻസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതൊരു ഒരു ഹാപ്പിനെസ്, ഒരു ഗ്രാൻഡ് ഇനാഗ്രേഷൻ എന്ന രീതിയിൽ നമ്മളിപ്പം ഇന്ന് നടത്താൻ പോവാം. അപ്പം വളരെ സന്തോഷമുണ്ട്. കുറേ ഗസ്റ്റുകളുണ്ട്, ഒത്തിരി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഇതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട കുറേ ആൾക്കാർ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ നല്ലതായിട്ട് വരും. ശരി, ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണ്? പ്രത്യേകത ഇപ്പം അറിയാലോ, കോമൺ ആയിട്ട് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്ന പല ഇന്ത്യൻ വസ്ത്രങ്ങൾ അല്ലെ അതിൻ്റെ ഡിസൈനുകൾ അല്ലെ മെറ്റീരിയലുകൾ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് ഇവിടെ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അവർക്ക് ഈസിലി അവൈലബിൾ ആക്കി കൊടുക്കുക. പ്രവാസികൾക്ക് ലേഡീസിന് വേണ്ട ഫാബ്രിക് ഡിസൈൻസ് എല്ലാം അവൈലബിൾ ആക്കി കൊടുക്കുക. നമ്മൾ നാട്ടിൽ പോകാൻ വരെ വെയിറ്റ് ചെയ്യേണ്ട, അതെല്ലാം ഇവിടെ അവർക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തൊരു ഫോമാണ് ചർക്ക സ്ട്രീറ്റ്. ഈ ചർക്ക സ്ട്രീറ്റ് എന്നുള്ള പേര് എന്തുകൊണ്ടാണ്? ചർക്ക സ്ട്രീറ്റ് ആക്ച്വലി നമ്മുടെ പാർട്ണർ ആളാണ് സെലക്ട് ചെയ്ത പേരാണ്. നമ്മൾ ചർക്ക അറിയാലോ, നൂല് നോക്കുന്നത് എല്ലാത്തിന്റെ ഒരു ബേസ്. അപ്പം തുണിയുടെ ബേസ് ആണ് നൂലിന്റെ ബേസ് ആണ് ചർക്ക. അപ്പം അങ്ങനെയാണ് ചർക്ക സ്ട്രീറ്റിലേക്ക് വന്നത്. ഓക്കെ, അപ്പം ഏതായാലും എല്ലാവിധ ആശംസകളും. ഒരുപാട് നല്ല സ്റ്റോക്കുകളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ വരട്ടെ, നല്ല ബിസിനസ് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമതി ഇന്ദുലക്ഷ്മിയുടെയും ശ്രീ അനീഷിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ചർക്ക സ്ട്രീറ്റ് ഇപ്പോൾ കളക്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ നിങ്ങളുടെ നീഡ്സ് കേറ്റർ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് അവർ പാലിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈഫിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ലക്ഷറി എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അതൊരു ലക്ഷൂറിയസ് ലൈഫിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതിനുള്ള അവസരമാണ് ഇവിടെ ചർക്ക സ്ട്രീറ്റ് ഒരുക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം മലയാള സിനിമയിലൊക്കെ ഏത് നടനെയോ നടിയോ സംബന്ധിച്ചിടത്തോളം പ്രവാസി മലയാളികളുടെ പിന്തുണയും പ്രോത്സാഹനവും എല്ലാ കാലത്തും അവർക്ക് തുണയായി ഭവിച്ചിട്ടുണ്ട്. ജഗദീഷിനെ ജഗദീഷാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാ ഉന്നമനങ്ങളും ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാനും ഒരു അധ്യാപകനാകേണ്ടിയിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ ടോക്കുകളാണ് ജഗദീഷ് ചേട്ടനിലൂടെ എനിക്ക് ഒരുപാട് ലഭിച്ചിട്ടുള്ള മുമ്പ്. അദ്ദേഹം ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പണ്ട് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് വളരെ ആകാംക്ഷയോടെ ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഒരിക്കലും നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം. അതിനേക്കാൾ ഉപരി അനീഷേട്ടൻ എനിക്കൊരു സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ്. ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ എന്താ പറയാ, എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. കാന്താ ഞാനും ഇതാണ് ഗൾഫ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളെ പാടിക്കാൻ ഒരാൾ പാടുപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എപ്പോഴും നമ്മുടെ പാട്ടുകാരുടെ കൂടെ പാടും. അപ്പൊ ബാക്കി ഞാൻ പാടുന്നത് നിങ്ങളെ കൂടെ പാടും. പൂരമെനിക്കൊന്നു കാണണ കാന്ത, പൂരമെനിക്കൊന്നു കാണണ കാന്ത, പൂരമെനിക്കൊന്നു കൂടണ കാന്ത, പൂരമെനിക്കൊന്നു കൂടണ കാന്ത, വിമിലയെനിക്കൊന്നു കാണണ കാന്ത, വിമിലയെനിക്കൊന്നു കാണണ കാന്ത, വിമിലയെനിക്കൊന്നു കൊട്ടണ കാന്ത, വിമിലയെനിക്കൊന്നു കൊട്ടണ കാന്ത, കാന്ത ഞാനും വരാ തൃശൂർ പൂരക്കാർ. താങ്ക് യു. ചർക്ക എന്ന പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. ചർക്കയിൽ നെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പണ്ട് അനുഭവിച്ചിരുന്നേക്കുന്നത്. ആ ഒരു പേര് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട അനീഷും ഇവരുടെ പുതിയ സംരംഭം ജഗദീഷ് ചേട്ടൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും വെച്ചടത്തെല്ലാം പൊൻകൈ തെളിയിച്ചേക്കാൻ നിങ്ങളുടെ ഈ ഗ്രൂപ്പിൽ ഇതിലും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. എൻ്റെയും ദർശന സാംസ്കാരിക വേദിയിലെയും എല്ലാവിധ ആശംസകളും. അപ്പോൾ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ നാളെ വൈകുന്നേരം നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടക്കുന്ന വലിയൊരു മെഗാ ഷോയാണ്. 4 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപാട് താരങ്ങൾ അന്നുണ്ട്. ജഗദീഷേട്ടൻ, അതുപോലെ ലിബിൻ, അതോടൊപ്പം തന്നെ മറ്റു താരങ്ങളെല്ലാവരും ഉള്ള നല്ലൊരു ഷോയാണ്. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്. ഹലോ സന്തോഷ നിമിഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ജഗദീഷേട്ടൻ ഉദ്ഘാടനം ചെയ്ത ഈ ഒരു കടയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ചർക്കയുടെ പേര് സംസാരിക്കുമ്പോൾ ഉള്ള തന്നെ അനീസ് സാറിനെ എനിക്ക് ഒരു 5 വർഷമായിട്ട് പരിചയമുണ്ട്. സാറിൻ്റെ ഇന്റീരിയേഴ്സിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് 5 വർഷം മുന്നേ. ഈ ചർക്ക എന്നൊരു പേര് എനിക്ക് അതേപോലെ തന്നെ ഒരുപാട് പരിചയമുള്ള ഒരു പേരാണ്. എൻ്റെ സാർ ആ ഒരു പേര് ബോർഡ് ആയ ടൈം മുതൽ എനിക്ക്